നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. പുരൂരുട്ടാതി നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്നു. 2.25 നക്ഷത്രക്കൂട്ടം. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമേ ഉള്ളൂ. 3/4 ഭാഗവും കുംഭത്തിലാണ്. ഇവിടെ കാൽഭാഗം എന്നാൽ ഒരു നക്ഷത്രത്തിൻ്റെ 15 ഭാഗം. 45 ഭാഗം നാഴിക അപ്പുറത്ത് കഴിഞ്ഞു. 15 നാഴിക എന്നാൽ 6 മണിക്കൂർ. അതാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം. മറ്റ് 2 നക്ഷത്രങ്ങൾ മുഴുനാളുകളാണ്, ഉത്രട്ടാതിയും രേവതിയും. ഇവിടെ ശുക്രൻ ചാരവശാൽ എവിടെ നിൽക്കുന്നു? 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏതെല്ലാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ? അദ്ദേഹം അഷ്ടമാധിപനാണ്. ജ്യോതിഷത്തിൽ ദോഷപ്പെട്ട ഭാവമാണ് അഷ്ടമാധിപൻ. പിന്നീട് ശുക്രൻ വിക്രമ സഹായസ്ഥാനമാണ്, സഹോദര സ്ഥാനമാണ്. ആ ശുക്രൻ നിൽക്കുന്നത് പക്ഷേ നല്ല സ്ഥാനത്താണ്. 5-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ്. ഈ 5-ലെ ശുക്രൻ പലപ്പോഴും വിവാഹ വിഷയം കഴിഞ്ഞ വ്യക്തികൾക്കൊക്കെ നല്ല സന്താനങ്ങളുണ്ടാകും. സന്താന വിഷയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യും. സുപുത്രേഭിക്കും യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിമ്യോ ന സമ്പാദിതാർത്ഥ. 5-ൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അതിനാൽ 5-ൽ ശുക്രൻ ഉണ്ടെങ്കിൽ നല്ല മക്കൾ ഉണ്ടാകും. അതിനാൽ സന്താന വിഷയത്തിന് അനുകൂലമാണ്. IVF മുതലായ കൃത്രിമമായ പെട്ടെന്ന് ഗർഭം ധരിക്കാനുള്ള മാർഗങ്ങൾ വളരെ കാലം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സ്വീകരിക്കുവാൻ ഈ 50 ദിവസക്കാലം വളരെ ഗുണമാണ്. അതിനെ ഉത്സാഹിക്കണം. എല്ലാവിധ ശക്തിയും ബൗദ്ധികമായ തലത്തിൽ എഴുത്തുകാർക്ക് വളരെ നല്ലതാണ്. പുതുതായി രചന നിർവഹിക്കുന്നവർക്ക്, സിനിമാ മേഖല, നാടക മേഖല, അപ്രകാരം തിരക്കഥാകൃത്തുക്കൾ, ധാരാളം എഴുതുന്നവർക്കൊക്കെ ഈ ശുക്രൻ 5-ൽ നിന്നുകൊണ്ട് ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, 5-ാം ഭാവം സന്താന സ്ഥാനമാണ്. നിങ്ങളുടെ മക്കൾക്ക്, മീനൻ രാശിക്കാരുടെ സന്താനങ്ങൾക്ക് ഉപരിപഠനം, അവർക്ക് പഠനത്തിന് ഏകാഗ്രത ലഭിക്കും. അവർ വിദേശത്തേക്ക് പോകാം. അതിനുവേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും. ഇപ്രകാരം ധാരാളം വിഷയം നല്ലതാണ്. പലപ്പോഴും പ്രണയികൾ അല്ലെങ്കിൽ പ്രണയിനികൾ ഇവരുമായി ബന്ധപ്പെടുന്ന ചർച്ചകളും ചാറ്റിങ്ങുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ പ്രണയത്തിന് അവസാന സമയത്ത് സാഫല്യം വരാനാവുന്ന സമയത്ത് ടെൻഷൻ വരും. പലപ്പോഴും വീട്ടിലൊക്കെ അറിയാം പ്രണയങ്ങൾ, എന്നിട്ട് അതിലൂടെ മാനസികമായ പ്രയാസങ്ങൾ വരും. തങ്ങളുടെ മക്കൾ പ്രതീക്ഷിച്ചത്ര രീതിയിലല്ല പോകുന്നതെന്നൊരു തോന്നൽ രക്ഷിതാക്കൾക്ക് വരും. കാരണം ശുക്രൻ അഷ്ടമാധിപനാണ്. അതിനാൽ സ്നേഹത്തിലൂടെ ദുഃഖം വരും. ഒരു ഭാഗത്ത് സ്നേഹം വിജയിക്കുമ്പോൾ മറുഭാഗത്ത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം മീനൻ രാശിക്കാർ. അല്ലാതെ ശുക്രൻ കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. 5-ാം ഭാവം ബുദ്ധിയും പ്രതിഭയുമാണ്. അതൊക്കെ വളർത്തുവാൻ മീനൻ രാശിക്കാർക്ക് ഈ ശുക്രൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ 50 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.